الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്തുൽ മുഅ്മിനൂനിലെ 13ാമത്തെ ആയത്തിന്റെ അർത്ഥവും വിശദീകരണവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കിയത്. ചെറിയ പ്രാർത്ഥനകൾ എല്ലാറ്റിനും നമ്മളെ പേശി, നമ്മുടെ മസിൽ, നമ്മുടെ എല്ലുകൾ, നമ്മുടെ ഉള്ളിലെ മറ്റ് അവയവങ്ങൾ, ഇതിനൊക്കെയും ഒരു നിശ്ചിത കാലം വരെയുള്ള പ്രവർത്തനം. ഒരു വണ്ടി എടുത്താൽ ആ വണ്ടി ഇത്ര കിലോമീറ്റർ കൂടി, ഇത്ര വർഷം കൂടി കഴിഞ്ഞാൽ ഓട്ടുമ്പോൾ ഒഴിവാക്കണം അല്ലേ? അത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തണം അള്ളാഹു ചെയ്യുന്നത്. കാരണം മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്താ പറയുക? പൊതുവെ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീടുണ്ടാക്കുകയാണ്, മനുഷ്യൻ ചിന്തിക്കുക, മനുഷ്യന്റെ ഞാനൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ വീടിന്റെ ഇത്ര കൊല്ലത്തെ കയറുണ്ട്, ഇത്ര കൊല്ലം വീട്, പത്ര കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആ വീടിന്റെ മോഡലൊക്കെ മാറും. പിന്നെ ആ വീട് അടിച്ചു പൊളിച്ച് പിന്നെ വേറെ വീട് ഉണ്ടാക്കണം. ഒരു വാഹനത്തിന് ഇത്ര ഗ്യാരണ്ടി, പിന്നെ വാഹനം, പുതിയ വാഹനങ്ങൾ വരും, അത് ഔട്ട് ഓഫ് ഫാഷനാ, പിന്നെ അത് ഒഴിവാക്കി വേറെ വണ്ടി വാങ്ങണം. ഉടുക്കുന്ന വസ്ത്രം എല്ലാം തന്നെയാണ്. പക്ഷെ മനുഷ്യനെ പറ്റി മാത്രം ചിന്തിക്കൂല. വാഹനത്തെ പറ്റി ചിന്തിക്കും, ഉണ്ടാക്കുന്ന വീടിനെ പറ്റി ചിന്തിക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റി മനുഷ്യൻ ചിന്തിക്കും. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ എന്ത് ചെയ്യും? ഇതിൻ്റെ കുറേ കാര്യങ്ങൾ വീടിനെ ചോരാൻ തുടങ്ങും. വീടിൻ്റെ മോഡല് അത് ശരിയല്ല, അതൊക്കെ ഇടിച്ചു പൊളിച്ച് തകർക്കണം. പക്ഷെ മനുഷ്യൻ അവരെ പറ്റി ചിന്തിക്കുക, ബാക്കിയെ പറ്റി ചിന്തിക്കും. അപ്പൊ ഇത് മോഡല് മാറിയാൽ പിന്നെ മാറ്റി വേറെ മോഡൽ എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന് ഈ ഒരു ചിന്തയിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ചിന്ത ആർക്കൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഈമാനോട് മരിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു തആല നമ്മളെ സത്യത്തിനെ പറ്റിയിട്ട് പറയുന്ന കാരണം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് വലക്കദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. ഇൻസാൻ മനുഷ്യരെയും പറ്റിയാണ് അള്ളാഹു തആല പറഞ്ഞത്. മനുഷ്യന്റെ പൊതുവെയുള്ള കാഴ്ചപ്പാടിനെ അള്ളാഹു തആല ഒരു ഉൾക്കാഴ്ച കൊണ്ട് അത് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ നുത്ഫത്തിനെ ഒരു ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനായ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ള പറയുന്നത്. അതാണ് അടുത്ത ആയത്ത്. നോക്കുക, ഈ ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ്, അപ്പൊ ആദ്യം നമ്മൾ പുതിയ ആയത്ത് പഠിക്കുമ്പോൾ ആദ്യം അതിലെ പാരായണ നിയമങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം? പാരായണ നിയമങ്ങൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? ഒന്ന്, സുമ്മ ശ്രദ്ധിക്കണം. സുമ്മ എന്ന് പറഞ്ഞാൽ നിശബ്ദുള്ള നിയമമാണ്. ശബ്ദുള്ള നിയമത്തിന് ഉന്നത്ത് കൊടുക്കും. സുമ്മ എന്ന് പറഞ്ഞു, സുമ്മ എന്ന് പറഞ്ഞാൽ പോലെ ശബ്ദുള്ള നിയമത്തിന് ഉന്നത്ത് കൊടുത്തിട്ട് പറഞ്ഞു. രണ്ട് ഹലഖിന എന്നാണ്. എന്താണ്? ഞാൻ ഖുർആൻ ശ്രദ്ധിക്കാം. ആദ്യത്തെ ക്ലാസ് ഒരു ആയത്ത് പഠിക്കുമ്പോൾ ആയത്തിന്റെ ആദ്യത്തെ ക്ലാസ് അത് പാരായണം പഠിക്കലെന്നെ. കാരണം എന്താ? ഖുർആനിന്റെ പാരായണമാണ് ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത്. ഏറ്റവും പ്രധാനം അതാണ്. അത് ശരിയാക്കണം. പിന്നീട് നമ്മൾ അതിന്റെ അർത്ഥം കാര്യങ്ങളൊക്കെ പഠിക്കുക. ഖലഖന അൻ നുത്ഫത എന്നാണ് അല്ലേ? എന്ന് വായിക്കട്ടെ. സുമ്മ ഖലഖന, പറയൂ. സുമ്മ ഖലഖന അൻ നുത്ഫത അല്ല, അങ്ങനല്ലേ അവിടെ എഴുതിയിട്ടുള്ളത്? അല്ല, അങ്ങനല്ലേ എഴുതിയിട്ടുള്ളത്? പക്ഷെ അങ്ങനെ ഓതാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ഓതാ? അപ്പൊ എന്തൊക്കെ പോയി? അങ്ങനെ പോകുമ്പോ ഏതൊക്കെ അക്ഷരങ്ങൾ പോയി? എത്ര അലിഫ്? രണ്ട് അലിഫും പോയി, ഒരു ലാഭം പോയി അല്ലേ? അപ്പൊ അവിടെ നിയമം ഉണ്ടല്ലോ, ഒരു നിയമം ഉണ്ട് അവിടെ. എന്താ നിയമം? രണ്ട് സാക്കിനായ അലിഫ്, രണ്ട് സാക്കിനായ ഇവിടെ ശ്രദ്ധിക്കണം.
ഖലഖിനാ ഈ അമ്മക്ക് വേണ്ടാത്താന്ന് വിചാരിച്ച് ആയിരിക്കരുത്. ഖലഖിനാ അൻ നുത്ഫത അങ്ങനെയല്ലേ അല്ലേ? ഒരു ശ്രദ്ധിക്കും. ഈ അലിഫ് ഇതിന് ഫത്വ കസ്റോ ദമ്മ ഉണ്ടാവും. ഈ അലിഫിന് ഫത്വ കസ്റുണ്ടോ ദമ്മ ഉണ്ടാവും? ഇല്ല. അൻ നുത്ഫത ഇതിന് ഫത്വ കസ്റോ ദമ്മ ഉണ്ടാവും? ഉണ്ടാവും ഇല്ല. അപ്പൊ ഫത്വവും കസ്റും ദമ്മും ഇല്ലാത്ത അക്ഷരം സുക്കൂനായിരിക്കും. ഫത്വവും ഇല്ല കസ്റും ഇല്ല ദമ്മും ഇല്ല അക്ഷരത്തായിരിക്കും സുക്കൂനാണ്. അപ്പൊ രണ്ട് സാക്കിനായ അലിഫ് ഒരുമിച്ച് വന്നു. രണ്ട് സാക്കിനായ സുക്കൂനുള്ള രണ്ട് അലിഫ് ഒരുമിച്ച് വന്നാൽ ഉച്ചരിക്കാൻ പാടില്ല. അതാണ് നിയമം. അത് ഇവിടെ ഈ നിയമം പഠിച്ചാൽ വേറെ ഇവിടെ വന്നാൽ നമ്മൾ ഒന്നും ശരിയാവും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ രണ്ട് സാക്കിനായ അലിഫ് ഒരുമിച്ച് വന്നാൽ ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഓതാൻ പാടില്ല. ഇതങ്ങോട്ട് പോയി ഇതും പോയി. ഇത് രണ്ട് അലിഫുകൾ പോയി. പിന്നെ ഈ ലാമ് ഇവിടെ ശ്രദ്ധിച്ച സ്ഥാനത്ത് വരിക. അപ്പൊ എന്താക്കി എന്തായി? ഈ ലാമ ഒഴിവാക്കി ഇവിടെ ശ്രദ്ധ കൊടുത്തു. അപ്പൊ എങ്ങനെ വരും? ഇത് എഴുതുമ്പോ അങ്ങനെ വേണം, നാട്ടികമായി തന്നെ വേണം. ഓതുമ്പോ അപ്പൊ അതിന്റെ നിയമം എന്താണ്? രണ്ട് സാഖ്യനായ അലിഫ് ഒരുമിച്ച് വരുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല? ഉച്ചരിക്കാൻ പാടില്ല. സുക്കൂനാണ് ഉണ്ടാകും. പത്തവുമില്ല കസ്റത്തിന്റെ ദമ്മും ഇല്ലെങ്കിൽ പിന്നെ അതിനെന്തായിരിക്കും? സുക്കൂനാണ്. ശ്രദ്ധിക്കാം. ഇനി ഖുർആൻ നോക്കി. ഈ മൂന്നക്ഷരം ശ്രദ്ധിക്കണം. അവിടെ എന്താണ്? തെന്നീരാണ്. തെന്നീ പത്തക്ഷര പാണ്. അപ്പൊ അവിടെ വരാൻ പാടില്ല. ആ നൂല് വരാൻ പാടില്ല. പിന്നെ എന്താ പറയുള്ളൂ? എന്ന് പറയാൻ പാടില്ല. അവിടെ ആ തെന്നീരിനെ എന്ത് ചെയ്യണം? അവിടെ ഒഴിവാക്കിയിട്ട് ഇഫ്ഫായ് ചെയ്തിട്ട് മുന്നത്ത് കൊടുക്കണം. അല്ലേ? ആ രണ്ടു സുക്കൂനല്ലേ? അപ്പൊ എങ്ങനെ ഇതുപോലെ അതുപോലെ മനസ്സിലാവില്ല. മനസ്സിലാവുണ്ടോ? ഇത് ശരിക്കും നമ്മളെ അള്ളാന്റെ കലാമാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്ഥാനം ഒന്നാണ് ഉയരുന്ന സംഗതിയാണ്. അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ പദവി ഉയരുന്ന സംഗതിയാണ്. നമ്മളിവിടെ കയറി വരുമ്പോഴുള്ള ദറജ ഗ്രേഡല്ല നമ്മൾ ഇറങ്ങി പോകുമ്പോണ്ടാകാം. അത് മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ പദവി ഉയരും, സ്ഥാനം ഉയരും. ഖുർആൻ എത്ര അനുസരിച്ച് നമ്മൾ പഠിക്കണോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ സ്ഥാനം ഉയരാം. ശരി. فخلقنا العلقة مضغة فخلقنا
فخلقنا العلقة مضغة فخلقنا المضغة عظاما. ഇനിയാണ് ചേർത്തതാണ് ഇതുപോലെ അവ്യക്തമാക്കിയിട്ട് ഉല്ലസ് കൊടുക്കണം. അപ്പൊ എങ്ങനെ നൂറിന് പറയുമ്പോൾ നമ്മുടെ നാവ് ഞാൻ ഈ നൂറ് പറഞ്ഞു ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് നേരെ കേട്ടോ ഇവിടുത്തെ കഷാൻ പാടില്ല. അത് നാവ് നടുവിനെ പിടിക്കണം. അതാണ് ഇഫ്ഫ എന്ന് പറയുന്നത്. തൻവീന് ശേഷം നേരത്തെ അത് ഇഫ്ഫാണ്. ഇവിടെ തൻവീന് ശേഷം അലിഫ് വന്നാൽ ഹംസ വന്നാൽ എന്ത് ചെയ്യാം? വ്യക്താക്കാം. മനസ്സിലാക്കിയിട്ട് ഒന്ന് ആവർത്തിച്ചു കൊടുക്കും. ഞാൻ ഖിറാഅത്ത് കേൾപ്പിച്ച് അതിന്റെ കൂടെ പോകാം. ആരും ഉണ്ടാകില്ല. ഇന്നത്തെ ക്ലാസ് തന്നെ അർത്ഥമൊന്നുമില്ല. ചോദ്യം ശരിയാക്കലില്ല. അവ ആവർത്തിച്ചു.
ഇതിൻ്റെ അവസാനം തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. നമ്മൾ സാധാരണ ബാറക്കല്ലാഹ് തബാറകല്ലാഹ് എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി നമുക്കറിയാം. നമ്മൾ മാഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ബാറക്കല്ലാഹ് എന്ന് പറയും, ബാറക്കല്ലാഹ് എന്ന് പറയുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയും. ശരി, മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ് എന്ന് എങ്ങോട്ട് പറയാതല്ല. നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് പറയുമ്പോൾ പറയേണ്ടതുണ്ട്, വേറൊരാൾക്ക് പറയുമ്പോൾ ഉണ്ടാവുമ്പോൾ പറയേണ്ടതുണ്ട്. നമ്മൾ വേറൊരു സംഗതി വേറൊരാൾക്ക് ഉണ്ടായൊരു സംഗതി കാരണം നമ്മൾ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാവും പറയാം, വേറെ ആൾക്കുണ്ടാവും പറയാനുള്ളതല്ല. അതുപോലെ അറിയില്ല. വാട്സപ്പിലൊക്കെ അങ്ങനെ ഉടനടില്ലെങ്കിൽ വേറൊരാളുടെ സംഗതിക്ക് വേറൊരാൾക്ക് നല്ല മാർക്ക് കിട്ടി, ഗ്രേഡ് കിട്ടി, ഒരാൾ പാസ്സായി, ഒരാളെ മാഷാ അല്ലാഹ് അല്ലേ, മാഷാ അല്ലാഹ് അല്ല മാഷാ അല്ലാഹ് പറഞ്ഞ നമുക്കാണ് സ്വന്തത്തിന്. ശരി, നമ്മളൊരു കടയിൽ കിടക്കുമ്പോൾ, നമ്മൾ തോട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പറയുന്നത് മാഷ, നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പറയുന്നത് ബാറക്കല്ലാഹ്. എന്താ പറയേണ്ടത്? ബാറക്കല്ലാഹ്. അത് പറയുമ്പോൾ പോലും നമുക്കറിയില്ല ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറയുന്നത്, ഈ മാഷാ അല്ലാഹ് ബാറക്കല്ലാഹും ഒക്കെ വലിയൊരു തലമുണ്ട് ഖുർആനി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. പലപ്പോഴും നമ്മളത് അറിയാതെയാണ് പലതും പറയാറുള്ളത്, ചിന്തിക്കുകയും ചെയ്യാറില്ല. ഇവിടെ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഒഴിഞ്ഞു പോകുന്നൊരു രംഗം ആലോചിച്ചു. ഈ ആയത്തിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്നത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചേർന്ന് വന്നതാണ്. നെത്തുഫത്ത് അലക്കത്തായി, അലക്കത്ത് മുഴുവത്തായി, മുഴുവത്ത് എല്ലാമായി, എല്ലാമ ലഹ്മായി, ഇങ്ങനെ വരിക, ചേർന്ന് വരിക. അങ്ങനെയാണ് നമ്മളായത്. മനസ്സിലായി? ഇനി ഓരോന്ന് ഒഴിയുന്നത് നോക്കി. ശരീരത്തിലെ രോമങ്ങൾ പൊഴിഞ്ഞു, പിന്നെ മാംസം വേർപെട്ടു, പിന്നെ എല്ലുകളുടെ പിന്നെ സന്ധികൾ വേർപെട്ടു, പിന്നെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. ഓരോന്നോരോന്ന് തുടങ്ങി. കബറിൽ വെച്ചിരുന്ന അവസ്ഥയാണ്, ഓരോന്നോരോന്ന്. എന്താണ് നമ്മുടെ ജീവിതം? ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബറക്കത്ത് എന്താണ്? അത് നമ്മൾ പഠിക്കണം. നമ്മൾ മനസ്സിലാക്കിയത് ആരോഗ്യം ഉണ്ടാവുക, കുറേ ആരോഗ്യം ഉണ്ടാവലാണ് ശരീരത്തിൻ്റെ ബറക്കത്ത്, കുറേ സമ്പത്ത് ഉണ്ടാകലാണ് സ്വത്തിലെ ബറക്കത്ത്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഇതൊന്നും ഇല്ലാതെയായാലും നമുക്ക് ബർക്കത്ത് വേണ്ടേ? റൂഹിന് ബർക്കത്ത് വേണം. നമ്മുടെ റൂഹ് മാത്രം ജീവിക്കുന്ന ഒരു സമയം. റൂഹ് അല്ലാഹു സൃഷ്ടിച്ച ആ റൂഹിന് മരണമില്ല. റൂഹിന് ഇന്ന് പാർക്കാൻ ഒരു ഇടമുണ്ട്. ഇന്ന് റൂഹിന് പാർക്കാൻ, താമസിക്കാൻ ഒരു ഇടമുണ്ട്. അതാണ് നമ്മുടെ ശരീരം. മനസ്സിലാവുന്ന ഈ റൂഹ് വേർപെട്ട് കഴിഞ്ഞാൽ ആ ഇടം നഷ്ടപ്പെടും. നമ്മുടെ റൂഹിന് താമസിക്കാനുള്ള ഇടം, സ്ഥലം നഷ്ടപ്പെടലാണ് നമ്മുടെ മാറ്റം. മനസ്സിലാക്കി പറഞ്ഞത് റൂഹുണ്ടോ? റൂഹുണ്ട്. ശരീരമില്ലാത്ത അർവാഹുകളുടെ ഒരു ലോകമുണ്ട്, ആലമുൽ അർവാഹ്. മരണപ്പെട്ടവരുടെ മുഴുവൻ റൂഹുകളുള്ള ഒരു സ്ഥലമുണ്ട്, ബർസഖ്, ഒരു മറക്കപ്പുറത്താണ്. ഇപ്പൊ നമുക്കതിനെ പറ്റി ഒന്നും അറിയാം. നമ്മൾ അവിടേക്ക് എത്താൻ അത് ഇന്ന് നമുക്ക് ഗൈബിയാണ്, നാളെ അത് ഷഹാദയാണ്, ദൃശ്യമാണ്. ആ അർവാഹുകളുടെ ലോകത്തിൽ ഒരിക്കലും ഇവിടേക്ക് വരാൻ കഴിയില്ല. ശരീരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും റൂഹിനെ ഈ ഭൂമിയിലേക്ക് വരാൻ കഴിയില്ല, തിരിച്ചു വരാൻ കഴിയില്ല. അവ താമസിക്കുന്ന ഒരു ലോകമുണ്ട്. നമ്മളെ വാപ്പ അവിടെ ഉള്ളത്, മരിച്ചുപോയ വാപ്പ അവിടെ ഉള്ളത്, ആ മരിച്ചുപോയ ഉമ്മ
അവിടെയുള്ളത്, മരിച്ചുപോയ നമ്മളെ മക്കൾ അവിടെയുള്ളത്, നമ്മളും അവിടേക്ക് എത്താനുള്ളവരാണ്. അപ്പോൾ ശരീരമില്ലെങ്കിൽ പിന്നെ ആ വർക്കത്ത് വേണ്ടേ, ആരോഗ്യമില്ലെങ്കിൽ ആ വർക്കത്ത് വേണ്ടേ. അനുഗ്രഹീതമായ ഒരു ജീവിതം ഇങ്ങനെ പറയും. ഖാലിഖിനെ അറിഞ്ഞ് തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖ്. ഈ ആയത്തിൽ ആവർത്തിച്ചു വരുന്ന വാക്കാണ് ഖലഖ. ഖലഖിനൽ നുത്ഫത അലഖ ഫഖലഖിനൽ അലഖത മുദ്ഗത ഫഖലഖിനൽ മുദ്ഗത ഇളാമൻ അതാ ഫകസൗനൽ ഇളാമ ലഹ്മൻ ثم أنشأنا خلقا آخر فتبارك الله أحسن الخالقين. أنت طبعا ഖലഖ് ഖാലിഖ് ഖലഖ ഖലഖ 3 വട്ടം. ഖലഖ എന്ന ഫീലിന്റെ മസ്ദറാണ് ഖലഖ്, അതിന്റെ ഇസ്മുഫായിലാണ് ഖാലിഖ്. ഒരേ വാക്ക് 5 തവണ. ഈ ഖാലിഖിനെ തിരിച്ചറിഞ്ഞ് ഒരു മഖ്ലൂഖാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ്, സൃഷ്ടിയാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കാന്നുള്ളതാണ്. അതാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ ഇത് പറഞ്ഞു വെച്ചത്. അപ്പോൾ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് നമ്മൾ പറയണമെങ്കിൽ ആദ്യം അതിൻ്റെ ആദ്യ ഭാഗം പഠിച്ചു വെക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറേ ഓതി ചേച്ചി ഭയങ്കര ചേച്ചി ഇരിക്കണ്ട, ഓതിക്കോളി. എത്ര ഓതിയാലും എണ്ണ നമ്മൾ പിടിക്കുന്നില്ലെങ്കിൽ എണ്ണ അമ്മാരെ എടുക്കലുണ്ടോ? ഇത് വെറുതെ വരിക. ഇതിൻ്റെ ഒരു അക്ഷരത്തിൻ്റെ മഹത്വം എത്ര എന്നറിയാം. അമ്മാരെ കലാമാണ്, ഒരിക്കലും വെറുതെ വരാം. തൊട്ടടുത്തായത് വൃത്തങ്ങൾ വായിച്ചത്. മയ്യത്തെന്താന്നുള്ളത് ആരും പറഞ്ഞിരുന്നല്ലോ. മയ്യത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഈ തടി മയ്യത്തായിട്ട് കിടക്കുന്നൊരു ദിവസം നമ്മളെ പേരിന് പ്രസക്തി ഉണ്ടാവില്ല. മയ്യത്തെടുത്തോ മയ്യത്ത് കണ്ടോ ചെയ്യും. മഹാനായ ഇബ്നു മസ്ഊദ് അനഹിന്റെ നെഞ്ചിങ്ങനെ റസൂൽ തടലിങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ രാവിലെ ആയാൽ വൈകുന്നേരം വൈകുന്നേരം പ്രതീക്ഷിക്കണം. വൈകുന്നേരം ആയാൽ രാവിലെ പ്രതീക്ഷിക്കണം. നാളെ നിന്റെ പേര് എന്താകുമെന്ന് അറിയില്ല. നിന്റെ പേര് വിളിക്കപ്പെടാത്ത, വിസ്മരിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകും. മനസ്സിലായില്ലേ? വല്ലാത്ത ഉപദേശമാണ്. ആ ഉപദേശത്തിൻ്റെ ആശയമാണ് ഈ ആയത്തിൽ. ഇത് ശരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സാണ്, അടുത്ത ഞായറാഴ്ച ക്ലാസ്സാണ്. നമ്മളെ ഷെഡ്യൂൾ പ്രകാരം കഴിഞ്ഞ ആഴ്ച നടക്കുന്ന ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അടുത്ത ആഴ്ചയിൽ ക്ലാസ് ഇൻഷാല്ലാഹ് അടുത്ത ആഴ്ച നടക്കും, അടുത്ത ഞായറാഴ്ച നടക്കും. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ അർത്ഥങ്ങൾ വിശദീകരിക്കും. ഇപ്പോൾ നമുക്ക് ഇനി ഈ ആയത്തിൻ്റെ ഒരു 4-5 വെറൈറ്റി ഖിറാഅത്ത്, വ്യത്യസ്ത ഖിറാഅത്തുകൾ കേൾക്കാം. അത് കേട്ടിട്ട് നമുക്ക് അവസാനിക്കും. അപ്പോൾ എല്ലാവരും ഖുർആൻ നോക്കിക്കൂടി ഓതുവാൻ്റെ കൂടെ പോകും.
നമ്മുടെ ഈ തടി മണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഈ കാലത്ത് ഒരാളി മണ്ണ് എവിടെയോ ഉണ്ട്. ആ മണ്ണ് നമുക്ക് വേണ്ടി തുറക്കപ്പെടും, നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടി തുറക്കപ്പെടും. അതിന് മുമ്പേ എല്ലാ നിരക്കുമുള്ള വർക്കത്ത് നേടി ആ ലോകത്തേക്ക് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്, ഖുർആനെ വേണ്ടി വന്നിരിക്കുന്നത്. അല്ലാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാണ്. നമ്മൾ ചെലവഴിച്ച ഈ വീട്ടുകൾ, ഈ സമയം അല്ലാഹു തആല ലോകത്തേക്ക് പതിവ് ഉയരണം കാരണമാക്കുമാറാട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഇഷ്ടവും സ്നേഹവും താല്പര്യവും മരണം വരെ അല്ലാഹു നിലനിർത്തിക്കുമാറാട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.